ജോലി, അതായത് നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ജോലി ഉണ്ടാവുമല്ലോ, അത് 100% ആയിട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആ വൃത്തിയിൽ 100% ഭയങ്കര എഫേർട്ട്. നമുക്കിപ്പോൾ 100% പറയുമ്പോൾ നമ്മളെന്തോ ഭയങ്കര സംഭവമായിട്ടതില്ല, അങ്ങനെയല്ല. നമ്മളൊക്കെ ഉള്ള ജോലി ക്ലീനായിട്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആരായാണ് ഇപ്പം ഏത് ജോലിയാണെങ്കിലും, വലിയ കൊമ്പത്തുള്ള ജോലിയാണെങ്കിലും, നമ്മളൊക്കെ ചെയ്യുന്ന സാധാരണ ജോലിയാണെങ്കിലും ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് നൈസായിട്ട് ചെയ്യുന്ന രസമാണ്. ഞാൻ അങ്ങനെ ചെയ്യും എന്നല്ല, അങ്ങനെ ചെയ്യുന്നവരെ എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നേരത്തെ പ്രൈമിൻ്റെ സന്തോഷം കണ്ടെത്തിയ പോലെ ഞാൻ ഇതിലും സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. നമ്മളൊക്കെ ഒരു കംപ്ലയിൻറ്റ് വിളിച്ച് പറയുന്നു, അവരത് കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു, പിറ്റേന്ന് ആൾ വരുന്നു, റെഡി നോക്കുന്നു, നന്നാക്കുന്നു, അതിന് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് പറയുന്നു, സാധനം ഓർഡർ ചെയ്യുന്നു, പിറ്റേന്ന് സാധനം ഓർഡർ ചെയ്യുന്നു, അടുത്ത ദിവസം നമുക്ക് കിട്ടുന്നു. അത് ക്ലീനായിട്ട്, അതായത് പിന്നെയും വിളിച്ച് വെറുപ്പിക്കാനോ നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെ സംഭവം. അതേപോലെ തന്നെ ആയിരുന്നു ഈ AC വാങ്ങിയപ്പം. ഇഹാം എന്നാണ് വാങ്ങിയത്, LGൻ്റെ AC ആണ്. അതേപോലെ തന്നെ ഈ കൂളിംഗ് എന്തോ കുറവാണെന്ന് തോന്നിയ സമയത്ത് വിളിച്ച് പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരു ദിവസം രജിസ്റ്റർ ആയി, പിറ്റേ ദിവസം അവരിങ്ങനെ കോൺടാക്ട് ചെയ്ത് എന്തൊക്കെയോ ചോദിച്ചു. മൂന്നാമത്തെ ദിവസം ആൾ വന്നു, നോക്കുമ്പോൾ ഫിൽറ്റർ ക്ലീനാണ്, ഫാൻ ഇടലുണ്ടായിരുന്നു. അതായത് AC എപ്പോഴും ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് AC കുറച്ച് നേരം ഇട്ടതിന് ശേഷം പിന്നെ ഫാൻ ഇടുമായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു AC-യും ഫാൻ ഒരുമിച്ച് ഇടാൻ പാടില്ല, അത് കംപ്ലയിൻ്റ് ആവും. കംപ്ലയിൻറ്റ് മീൻസ് അതിൽ ഈ പൊടി ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അപ്പോൾ പൊടിയൊക്കെ ഫിൽറ്റർ വലിച്ചെടുക്കും, അതുകൊണ്ടാണ് കംപ്ലയിൻ്റ് ആണ്. പുള്ളി ഫിൽറ്റർ എടുത്തപ്പോൾ തന്നെ ഫുള്ള് അതിൽ ഡസ്റ്റ് ആയിരുന്നു, അത്രയും ഡസ്റ്റ് ഉണ്ടായിരുന്നു. അതും എനിക്കൊന്ന് ഒരു സ്പെസിഫിക് ടൈമിന് ആ ഒരു ഇൻ്റർവെല്ലിൽ ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതേപോലെ തന്നെ വിളിച്ച് പറയുന്നു, ക്ലീൻ ആക്കുന്നു, അടിപൊളി. ഇതാണ് അടുത്ത അൺബോക്സ് ചെയ്ത സാധനം. സോറി, മറന്നുപോയി. ഡ്രിങ്ക് മോർ വാട്ടർ. ഇത് മെയിൻലി വെള്ളം വെക്കാനാണ്. ഇതേപോലെ തന്നെ ഞാൻ ഇതൊക്കെ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ, ഈ പല ടൈപ്പുള്ള സാധനങ്ങൾ ഞാൻ പറയും. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പെപ്സി വാങ്ങുകയാണെങ്കിൽ പെപ്സിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. പിന്നെ അടുത്ത ദിവസം ആണ് വാങ്ങുന്നതിൽ ആ ഒരു കുപ്പിയായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇളനീര്, സാധാരണ നമ്മൾ ആ ഈ ഫിൽറ്റർ വാട്ടറിൻ്റെ വെള്ളം വാങ്ങുകയാണെങ്കിൽ ആ ഒരു കുപ്പിയായിരിക്കും. അതിന് പകരം ഒരേ സാധനം കാണുമ്പോൾ അപ്പോൾ തന്നെ ഒരു വൃത്തി വരുമല്ലോ. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഇതൊക്കെ വീട്ടിൽ എത്രത്തോളം പ്രാക്ടിക്കലാണ്, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. നോക്കിയോ, ഇതിൽ ഒരു 4 ടൈപ്സ് ഓഫ് കളേഴ്സ് ഉണ്ട്: യെല്ലോ, ബ്ലാക്ക്, റെഡ് ആൻഡ് ഗ്രീൻ. അപ്പോൾ വെള്ളം മാത്രമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡീടോക്സ് സംഭവം വാട്ടറൊക്കെ കാര്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിച്ച് വെക്കാറുണ്ട്. അപ്പോൾ പല ടൈപ്പ് ആക്കുന്നതിന് പകരം ഈ ഒരു സംഭവം എന്താ മോളെ മോക്കതാ എടുത്തോ, അയ്യോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതിനുവേണ്ടി മേടിച്ച സാധനമാണിത്. അപ്പോൾ നെക്സ്റ്റ് അഗെയിൻ മൈ ഫേവറേറ്റ് പാക്കിങ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാക്കിങ്. എനിക്ക് വലിയ ലൈക്ക് അല്ലാത്ത പാക്കിങ് പറഞ്ഞില്ല. ഇതും പ്രൈമിൻ്റെ തന്നെയാണ്, പക്ഷേ ഇത് മറ്റേ ആ ഒരു ബ്ലാക്ക് ഗ്ലോസി. എനിക്ക് ബ്ലാക്ക് ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് കളറാണ്, പക്ഷേ സ്റ്റിൽ ആ ഒരു ഗ്ലോസി അതിനെക്കൊണ്ട്, ബ്ലാക്ക് ആ ഒരു കളർ സ്കീം അതിനെക്കൊണ്ട് നിൽക്കി ഞാൻ അൺബോക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇതിനെക്കാട്ട് കുറച്ചുകൂടെ എന്തുകൊണ്ടോ കാരണങ്ങൾ കൊണ്ട്, എന്താ കാരണം എനിക്ക് അറിയില്ല, പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഇത് ലൈറ്റ്, ഇത് പാക്കേജിങ് ഒക്കെ വൻ ശോകമാണ്. അതുകൊണ്ട് എത്രത്തോളം ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ എത്രത്തോളം വർക്കിംഗ് ആയിരിക്കും, വർക്കിംഗ് ആയിരിക്കുമെന്ന് അറിയില്ല. കേർട്ടൻ ലൈറ്റാണ്, അതായത് നമ്മളെ ഈ LED ബൾബില്ലേ, മിന്നി കളിക്കുന്ന ആ LED ബൾബിൻ്റെ വേറൊരു ഫോം. സ്റ്റീൽ വയർഡ് ആണെന്ന് തോന്നുന്നു, കാണുന്നുണ്ടോ അറിയില്ല. എന്നിട്ട് ചെറിയ ലൈറ്റാണ്, പിക്ചറിൽ കാണാൻ രസമുണ്ട്. ഈ പിക്ചർ ഞാൻ ഇവിടെ ഇങ്ങനെ സൂം തന്നെ കൊടുക്കാം. അപ്പോൾ അതാണ്, വർക്കിംഗ് ആണോ നോക്കി നോക്കാം. പാക്കേജിങ് ഒരു സുഖമില്ല. ലെറ്റ്സ് സീ. ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. എന്താ അതിൻ്റെ സംഭവം? എനിക്ക് തോന്നുന്നു അവർ ഓപ്പൺ ആക്കിയിട്ട് അവർ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു സൺസെറ്റ് ലാമ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് നമ്മൾ ബാക്കിൽ ലൈറ്റ് കത്തിക്കുമല്ലോ, ഇതേപോലെ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ബാക്കിലൊരു ഓറ പോലെ ഒരു ചുമ്മാ എഫക്റ്റിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അത് ഇതിലെന്തെങ്കിലും ഇതിൽ വികൃതി ഒപ്പിച്ചിട്ടുണ്ടോ എനിക്കറിയാം. ഫുള്ള് ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അടിയിലുള്ള ക്യാപ്പ് എനിക്ക് തോന്നുന്നു അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ റിട്ടേൺ വിൻഡോ എല്ലാത്തിൻ്റെയും കഴിയാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ദിവസം ചെയ്തിട്ടിട്ട് ആരെയും കുറ്റമല്ല, എൻ്റെ മാത്രം മടിയുണ്ട്, അത്രയും ലേസി ആയതുകൊണ്ട് മാത്രം നല്ല ഡിലേ ആയി. റിട്ടേൺ വിൻഡോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് വർക്കിംഗ് ആണെങ്കിൽ ഓക്കെ, വർക്കിംഗ് അല്ലെങ്കിൽ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ ഇത് വർക്കിംഗ് ചെയ്യിക്കുന്നത് ഫേസ് 2 അൺബോക്സിങ്ങിൽ നോക്കാം.